നമസ്കാരം, ധനേഷാണ്. എൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സാധാരണ ഒരു അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാറുണ്ട്. നമ്മൾ ഈ കഴിക്കുന്ന മരുന്നിനകത്ത് തന്നെ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നമുക്കറിയാവൂ. നമുക്കറിയില്ലല്ലേ. നമ്മൾ സാധാരണ പനിക്ക് വല്ലൊക്കെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, മരുന്ന് മേടിക്കാറുണ്ട്, കഴിക്കുന്നുണ്ട്. പനിക്കുള്ള മരുന്ന് നമ്മുടെ കഴിക്കുമ്പോൾ നമ്മുടെ പനി കുറയുന്നുമുണ്ട്. പക്ഷേ ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആ മരുന്ന് കൊണ്ടെന്ന് കഴിയത്തില്ല. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഫുള്ളായിട്ടുള്ള മെറ്റീരിയൽ, അതായത് ഫുള്ളായിട്ടുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇല്ല എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇന്ന് ഞാൻ 2 മെഡിസിനാണ് ഇപ്പോൾ എടുക്കുന്നത്. രണ്ടും ഞാൻ കപ്പലെ വർക്ക് ചെയ്യുകയാണ്. കപ്പലെ വർക്ക് ചെയ്യുന്ന 2 വ്യക്തികളെ എടുക്കുന്ന മെഡിസിൻ്റെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒന്ന്, ഒരു വ്യക്തി ഷുഗറിന് കഴിക്കുന്ന മരുന്നും, രണ്ടാമത്തത് വേറൊരു വ്യക്തി BP കഴിക്കുന്ന മരുന്നും. ഈ 2 മരുന്നും ഈ മരുന്നും ഞാൻ നിങ്ങളെ അനലൈസ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതെന്നും അത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് മെറ്റീരിയൽ ഉണ്ടോ ഇല്ലയോ എന്ന ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇൻഗ്രാഡ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിനി ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് മെനു വരുന്നതായിരിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ഓക്കെ ചെയ്ത് ആപ്ലിക്കേഷൻ ഉള്ളിലേക്ക് പോകാം. ഞാനിപ്പോൾ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അതിൻ്റെ താഴെ കാണുന്ന ഒരു ക്യാമറയുടെ ചിഹ്നം കാണും. നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോ എടുക്കുന്നതിന് പെർമിഷൻ ചോദിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫയലിലെ മീഡിയ ഫയൽ ഒന്ന് ആക്സസ് ചെയ്യുന്ന പെർമിഷൻ ചോദിക്കും. അതും നിങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, ക്യാമറയാണോ അതോ ഗാലറിയാണോ യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ ക്യാമറ വഴിയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ക്യാമറ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ക്യാമറ സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ക്യാമറ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ കഴിക്കുന്നൊരു മെഡിസിനുണ്ട്. ഈ മെഡിസിൻ ആണെങ്കിൽ ഷുഗറിന് കഴിക്കുന്നൊരു മെഡിസിനാണ്. ആ മെഡിസിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഒന്ന് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ താഴെ കാണുന്ന ടിക്ക് മാർക്ക് ഉണ്ട്. ടിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് അനലൈസ് ആവുന്നതായിരിക്കും. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് മെനു വരും. ജസ്റ്റ് നിങ്ങളൊന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം 3 ഓപ്ഷൻ നിങ്ങളെ കാണിക്കും. ലിസ്റ്റ് എന്ന് കാണിക്കും, ലേബൽ എന്ന് കാണിക്കും, അതുപോലെ തന്നെ ഇമേജ് എന്ന് കാണിക്കും. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫുള്ളായിട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ കാണിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ലേബൽ. ഈ ലേബലിനകത്ത് നിങ്ങളുടെ ആ മെഡിസിനകത്ത് എന്തൊക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഡിസ്ക്രിപ്ഷനുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അറിയാൻ കഴിയുന്നതായിരിക്കും. പിന്നെ അടുത്താണെങ്കിൽ ഇമേജ്. നിങ്ങൾ ഏത് ഫോട്ടോയാണ് എടുത്തത് നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷനായി ഇമേജിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതുമാണ്. ഇത് ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു ഷുഗറിൻ്റെയാണ് നിങ്ങളെ കാണിച്ചേക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ ഒരു BP മരുന്നും കൂടെ അടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ അടുത്ത ഒരു BP മരുന്നിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഒരു ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തതിന് ശേഷം സെയിം തന്നെ താഴെ കാണുന്ന ടിക്ക് മാർക്ക് ഒന്ന് ടിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. പഴയതുപോലെ തന്നെ പോപ്പ് മെനു വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്ത് പോകുക. ഇപ്പോൾ ലിസ്റ്റിനകത്ത് ഒരു ഫുള്ളായിട്ട് മെറ്റീരിയലും ഇല്ല. രണ്ടാമത് നിങ്ങൾക്ക് ലേബൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലേബലിനകത്ത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ എന്തൊക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. 3ാമത്തെ ഓപ്ഷനായി ഇമേജ് നോക്കിയാൽ നിങ്ങളുടെ ഏത് മെഡിസിൻ്റെയാണ് നിങ്ങൾ എടുത്തത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ, ഇപ്പം നമുക്ക് അറിയാത്തൊരു മെഡിസിൻ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏതാണ്ട് ഒരു 90% ശരിയെന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകളിലും അനലൈസും എല്ലാം. നിങ്ങളും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ധനേഷ്.